കോഫിയും കുടിച്ചിട്ടാണോ ഒന്ന് പോയി ചെന്ന് നോക്കാനില്ല എന്തൊക്കെ ആയിരുന്നു. നമ്മളതിൻ്റെ ഔട്ട് ചെറിയൊരു വിഷയമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കട്ടെ, ഇത് കുടിച്ചിട്ട് പോയി നോക്കണം. ഒന്നുമില്ല, നമ്മളത് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യാനില്ലേ. ഞാൻ ജസ്റ്റ് മൊബൈൽ കൊണ്ടൊന്ന് ചാർജ് ചെയ്തണം, അത് തന്നെ, വേറെ ഒന്നും ചെയ്യാനില്ല. ഫോട്ടോ അയച്ചു കൊടുക്കാണ്ട് അതിനിപ്പോൾ അയച്ചു കൊടുക്കും. ഇപ്പോഴാണ് ഈ കൺട്രോൾ കിട്ടിയ കേട്ടാ, വന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി നോക്കട്ടെ. നേരത്തെ പോലെ തന്നെ കൺട്രോൾ ഒന്നും ഇട്ടില്ല, ഒരിടത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. അതെൻ്റെ അടുത്ത് ഇപ്പം നോക്കാൻ പറഞ്ഞായിരുന്നു, ഇവിടെ വന്നിട്ടില്ല. രാവിലെ ഒരു ചെറിയ ട്രേഡ് എടുത്തിട്ടുണ്ട്, 2 എണ്ണത്തിൽ BTC-യിലും ഇത്തീരിയത്തിലും എടുത്തിട്ടുണ്ട്. രണ്ടും സെയിം മൂവ്മെൻ്റ് ആണ്, അതുകൊണ്ട് ഒരു രീതിയിലെടുത്തതാണ്. എടുത്തെന്ന് പറഞ്ഞാൽ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കേണ്ട പ്ലാനാണ്. ഞാൻ പോയി അതൊന്ന് റെഡിയാകട്ടെ. കൺട്രോൾ ഇവിടെ വരുമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ അതുണ്ടാക്കേണ്ട പ്ലാനായിരുന്നു. അത് കിട്ടാൻ നോക്കാമല്ല, എല്ലാം റെഡി. എടുത്ത് സെറ്റായിട്ടുണ്ട്. സൂപ്പർ ട്രേഡായിരുന്നു BTC-യില. അടുത്ത് യൂറോ, അതും അടിപൊളിയായിട്ടുണ്ട്. ഇത്തീരിയം ഓക്കെയാണ്, അതും ട്രേഡ് സൂപ്പറായിട്ടുണ്ട്. ഇനി ഈവനിങ്ങിൽ ഒരു ട്രേഡും കൂടി ഉണ്ട്, ഒറ്റ ട്രേഡ്. അതായത് ഒരു ദിവസത്തിലെ 3 ട്രേഡിൽ ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അത് രാത്രി ഇനി നോക്കാം. മാസ്റ്റർ ആയില്ലേ ഗൈസ്? ഇന്നലെ കിട്ടിയില്ലായിരുന്നല്ല, അതുകൊണ്ട് രാവിലെ എടുത്തത്. മാക്സിമം ഒന്നും കിട്ടിയില്ലല്ലോ ഇന്നലെ, പാനിക്കായി പോയോണ്ടാണ്, വേറെ ഒന്നും. ഇതിലൊക്കെ ഉള്ളത് ഇന്നലെ. പിന്നെ എല്ലാ ട്രേഡും എടുക്കുമായിരുന്നു കേട്ടാ. സിൽവറൊക്കെ കറക്റ്റ് ഇരിക്കുകയാണ്. ഞാൻ മാർക്ക് ചെയ്തത് ഇവിടെ സിൽവർ. അടുത്തത് ഗോൾഡ് ഉണ്ട്. ഗോൾഡ് പറന്ന് ഞാൻ എവിടെ മാർക്ക് ചെയ്ത് വെച്ചോ അവിടെ നിന്ന്. വേറെ അതുണ്ട് സിൽവർ. മാസ്റ്റർ ആയിരുന്നു കേട്ടോ ഇന്ന് എടുത്തരുന്നെങ്കിൽ. ടോപ്പ് നോച്ച് ആയിരുന്നു ഇന്ന് പ്ലെയറിന്. അയ്യോ ഒന്നും പറയണ്ട. പിന്നെ അത് എനിക്ക് എടുക്കാൻ പറ്റൂല, അത് എടുത്തിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി കളയും, SL ഉണ്ടാക്കി കളയും. അതാണ് വിഷയം. എനിക്കെല്ലാം കഴിഞ്ഞല്ലോ, ഇനി ഒന്നുമില്ല. ഇനി ഞാൻ അപ്പം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ചെടിയൊക്കെ നോക്കി സെറ്റാക്കണം. ഫുഡിന് വേണ്ടിയുള്ള എല്ലാം റെഡിയാക്കി വെച്ച്, ഇപ്പോഴേ റെഡിയാക്കി വെച്ച്. ചിക്കൻ ഉണ്ടാക്കണോണ്ടേ, അതാണ് കാര്യം. സൺറൈസ് ഉണ്ടോ? വലിയ രസമൊന്നുമില്ല കേട്ടോ, ഗുമ്മൊന്നുമില്ല, കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് കേട്ടോ, സെറ്റാണ്. ഇനി എന്തുള്ള, ഇനിയെന്ന് പറഞ്ഞാൽ പോയി പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആവണം. ചിക്കൻ ഉണ്ടാക്കണം കേട്ടോ, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്, സെറ്റാണല്ലോ. കറി ഉണ്ടാക്കണം, വേറെ പല്ലൊന്നും തേച്ചില്ല, ഇത് ഉണ്ടാക്കിയതിനു ശേഷം ചെയ്യാൻ കയറി ഉണ്ടാക്കണം കേട്ടോ. ബാക്കിയെല്ലാം റെഡിയായി. റൈസ് ചിക്കനൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. റൈസ് അടിയിലുണ്ട്. പിന്നെ ഇപ്പം കഴിക്കാൻ വേണ്ടിയുണ്ട്. ഇതുണ്ടാക്കി കഴിക്കട്ടെ കേട്ടോ, നല്ല വിശക്കും, കത്തണൊക്കെ ഫുള്ള് റെഡിയാക്കി കേട്ടാ. കഴിച്ചു പോട്ടിന് കഴിക്കാൻ പോകുന്നു. എരി കൂടിപ്പ് ഭയ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എരി കൂടിപ്പ്. അടുത്ത പ്രാവശ്യം എരി കാലം കുറച്ചിരുന്നു. എരിക്കെല്ലാം വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും റെഡിയാക്കി കേട്ടാ. ഇനി ഇതും കുടിക്കുക, പോയി റെഡിയാവുക. കയറണം കേട്ടോ. ഇന്ന് ചാർജൊന്നും കയറിയില്ല, മനസ്സിലായില്ല, അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ. എങ്ങനെയുണ്ട്? ആദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യും, അതിനുശേഷം അനാലിസിസ് ചെയ്യണം. ഓക്കെയാണ്, കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തിട്ട് ഞാൻ വന്നിട്ടില്ല, നമുക്കുള്ള കൺട്രോൾ വന്നിട്ടില്ല. സിൽവറിലൊരു ട്രേഡ് എടുത്താട്ടോ, ഇപ്പം എടുത്തതേ ഉള്ളൂ. ഞാൻ എടുത്ത സ്പോട്ടിൽ തന്നെ അത് വയ്യ. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഒരെണ്ണം തന്നെ എടുക്കുന്നുള്ളൂ, വേറെ ഒന്നും എടുക്കാനില്ല. ബാക്കി ചെറുതായിട്ട് നോക്കി വിടേ ഉള്ളൂ. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇതുവരെ എന്തായാലും പോകുന്ന പ്രതീക്ഷിച്ച് ഇതിന്റെ താഴെ പോയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും പിന്നെ ഈ മൂവ്മെന്റ് കണ്ടുകൊണ്ട് ഞാൻ ക്യാപ്ചർ ചെയ്യാന്ന് വിചാരിച്ചു.
എന്തായാലും ഇവിടം വരെ വന്ന് തിരിച്ചു പോയി, എന്തായാലും തിരിച്ച് ഇവിടെ ഇത് കഴിയും. അപ്പോഴത്തേക്കും സ്റ്റോപ്പ് ലോസ് ഞാൻ കുറയ്ക്കും, ഡ്രിൽ ചെയ്തെടുക്കും. നോക്കാം. പിന്നെ ഈ ഒരു ട്രേഡും കൂടി തന്നെ എടുക്കും, ബാക്കി ജസ്റ്റ് ഒന്ന് നോക്കിയേ വിടുള്ളൂ. ട്രേഡൊന്നും എടുക്കൂല ഇനി, ഈ ഒറ്റ ട്രേഡ് എടുക്കും. കിട്ടിയാലും പോയാലും എന്തരായാലും. ഒരു ദിവസം 3 ട്രേഡ്, അത് രാവിലെ തന്നെ 2 കംപ്ലീറ്റ്, 2 ടോപ്പ് നോച്ചായിരുന്നു. ഇപ്പൊ ഒരെണ്ണം. അതെ, ഇതിന്റെ താഴെ ക്ലോസ് ചെയ്യുമ്പോ എടുക്കായിരുന്നു, ചുമ്മാ എടുക്കായിരുന്നു. എന്നിട്ട് ഇത് 15 മിനിറ്റില് 5 മിനിറ്റ് നോക്കുമ്പോ കാര്യം കിട്ടും കറക്റ്റ് ആയിട്ട്. 5 മിനിറ്റില് ഈ ക്യാൻഡിൽ തുടങ്ങുമ്പോ എടുക്കായിരുന്നു. ഈ ക്യാൻഡിൽ ഇതിന്റെ താഴെ പോയി, പക്ഷെ ഈ ക്യാൻഡിൽ എടുക്കൂല. ഈ ക്യാൻഡിലോട്ട് എടുക്കായിരുന്നു. ഈ ക്യാൻഡിലെ ട്രേഡ് ഇവിടെ എടുക്കായിരുന്നു. ഈ ക്യാൻഡിൽ ഇവിടെ വന്നിട്ടാകുമ്പോ 3 മിനിറ്റ് എടുക്കണം. 3 മിനിറ്റ് എടുത്തിട്ട് റിസ്ക് റിവാർഡ് അത് എന്നാലും കൂടുതലാണ്. ഇത് റിസ്കി മൂവാണ്. പക്ഷെ ഇല്ല, ഇതില്ല. 3 മിനിറ്റ് ഭയങ്കര റിസ്ക്കാണ്. ഈ ക്യാൻഡിൽ കണ്ടിട്ട് ഭയങ്കര റിസ്ക് പോലെ തോന്നുന്നു. പറഞ്ഞ് കൺഫ്യൂസ് ആക്കിയിട്ടുണ്ടല്ലേ പോട്ടിന്. അത്ര എനിക്കൊക്കെ അറിയാവുള്ളൂ. 3 മിനിറ്റ് റിസ്ക് ആയിരുന്നു സ്റ്റോപ്പ് ലോസിൽ. 3 മിനിറ്റിന്റെ റിസ്ക് ആണ്. ഞാൻ പറഞ്ഞ ഇവിടെ തന്നെ കറക്റ്റ് വന്നേര്. 5 മിനിറ്റിൽ നമുക്ക് ഒരു ഭയങ്കര സേഫ്റ്റിയാണ്, റിസ്ക് വരൂല. അവിടെ എടുത്താൽ മതിയാണ് 5 മിനിറ്റ്. 3 മിനിറ്റിലാകുമ്പോൾ SL ഉണ്ടായി, സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഇവിടെ തന്നെ സേഫ് കളി. 5 മിനിറ്റിലാണ് സ്റ്റോപ്പ് ലോസ് കറക്റ്റ്. ഇത് സ്റ്റോപ്പ് ലോസ് കുറയ്ക്കുമ്പോൾ നമ്മൾ SL ഉണ്ടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാവും. നോക്കാം, മൂവ്മെന്റ് നോക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട സേഫാണ്. ഇത് ബ്രോക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ആവട്ടെ. ഇത് എന്തായാലും ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡാന്ന് തോന്നുന്നു. സിൽവർ ഗോൾഡും അല്ല, സിൽവറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സിൽവർ നോക്കട്ടെ. ഫ്രീസായിപ്പോയി. ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഹണ്ട് ചെയ്ത് ഇതിൻ്റെ താഴെ കളിച്ചിരുന്നെങ്കിൽ സേഫായിട്ട് കളിക്കായിരുന്നു. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആക്രാന്തം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണമായിരുന്നു. ഇവിടെ നിന്ന് ക്യാരക്ടർ ചേഞ്ച് ആയപ്പോഴേ എടുക്കണമായിരുന്നു. അതൊക്കെ റിസ്ക് അല്ലേ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എടുത്തു കഴിഞ്ഞ സാർ എന്നാൽ ഞാൻ എന്ത് പ്രതീക്ഷ അതിൻ്റെ തിരിച്ച് തന്നെ നടന്നു. ഒറ്റ കയറൊക്കെ ഇത് പ്രതീക്ഷിക്കാത്ത മൂവ്മെൻ്റാണ്. നല്ല പ്രതീക്ഷിക്കാത്ത മൂവ്മെൻ്റാണ് ഇതൊക്കെ. താഴെ ഞാൻ നേരത്തെ പറഞ്ഞ താഴെ വരുമെന്നാണ്. പക്ഷെ ഇത് മാർക്ക് ചെയ്തുകൊണ്ട് ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. ആ രീതിയിൽ ട്രേഡ് ചെയ്താൽ. ആർത്തിയിൽ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ഹണ്ട് ഒന്ന് ഫുള്ളോടൊന്ന് ചുറ്റി നോക്കിയിട്ട് വരാം. ചെക്കിങ്ങിന് ടൈമായി. കുഴപ്പമൊന്നുമില്ല കേട്ടോ, സെറ്റാണല്ലോ. കോർണേഷൻ്റെ ഇവിടെയും കുഴപ്പമില്ല, സെറ്റാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പോയി ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റാക്കണം. നല്ല വിശക്കണം എനിക്ക്. നേശം മീറ്ററിൻ്റെ ഫോട്ടോ കൂടി എടുക്കണം. ഞാൻ പോട്ടിന് ഇതിൻ്റെ ഇതും കൂടി എടുത്താൽ മതി. ഇലക്ട്രിക് മീറ്റർ ഉണ്ടോ എഴുതി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ 2020 അതായത് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വേറെ പരിപാടിയില്ല. കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല. നമ്മളെ ഇവിടത്തെ വാഴ്ത്തതേ ഉള്ളൂ. അതിനിപ്പോൾ ഞാൻ പോയി ചെക്ക് ചെയ്യും, പിന്നെ എഡിറ്റ് ചെയ്യുക, അതൊക്കെ തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.